പിൻഷേട്ട് ഇപ്പൊ പട്ടാമ്പി ഓഫീസിൽ നിന്ന് മാറിയോണ്ട് തന്നെ നമുക്ക് വരുന്ന കൊറിയറൊക്കെ കയ്യിൽ കിട്ടാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് ഞങ്ങൾ പോണത് ആ വന്ന കൊറിയർ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഫ്രോക്ക് നൈറ്റി ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. സംഭവം ഇത് ഫ്രോക്ക് നൈറ്റ് തന്നെയാണ്. ആർ ഡിസൈനർ സ്റ്റുഡിയോ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് നമുക്ക് അയച്ചിട്ടുള്ളതാണ് കേട്ടോ. എനിക്കിത് കണ്ടപ്പോൾ എന്തായാലും ഇത് പുറത്തേക്കൊക്കെ ഇടാൻ പറ്റുമെന്ന് തോന്നി കേട്ടോ. അതാണ് ഞാൻ ഇതിട്ടിട്ട് പോണത്. അങ്ങനെ അതെ ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് പട്ടാമ്പിക്കാണ് പോണത്. വിൻഷേട്ടൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന ബജാജിന്റെ ഓഫീസിലേക്ക്. അപ്പൊ അതിന് മുന്നേ തന്നെ ഞാനിതേ പട്ടാമ്പിയുള്ള ഒരു ഷോപ്പിൽ കയറിയിട്ട് എനിക്ക് 2 അണ്ടർസ്കേർട്ട് വാങ്ങാണ്ടായിരുന്നു കേട്ടോ, ഒരു ബ്ലാക്കും വൈറ്റും. അപ്പൊ അതൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ നേരെ ഓഫീസിലേക്ക് പോയത് കേട്ടോ. അപ്പൊ സമയമായിട്ടുണ്ട്, എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു ചേട്ടൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആളാണ് നമുക്ക് വരുന്ന കൊറിയറൊക്കെ ഇവിടെ വാങ്ങി വെക്കട്ടെ. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പാറുവിന്റെ വിഷ്ണുനാട്ടനാവട്ടെ. തേജു ആണെങ്കിൽ ഇതേ അവിടെ എത്തിയപ്പോൾ ഒരു മായാലോകത്ത് എത്തിയ പോലെ ആയിരുന്നു. അവിടെയുള്ള എല്ലാ ചെയറിലും കയറി ഇരുന്ന് കറങ്ങി കളിക്കായിരുന്നു കേട്ടോ. കുറെ കഴിഞ്ഞപ്പോൾ കുട്ടിക്കൊരു ആഗ്രഹങ്ങൾ തുടങ്ങിയത് ഈ ചെയർ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോയാലോ അമ്മയെന്നും പറഞ്ഞിട്ട് അവിടെയുള്ള ഒരുവിധം ചെയറിലൊക്കെ കയറിയിരുന്നു ഒന്ന് കറങ്ങി നോക്കിയിട്ടുണ്ട് കേട്ടോ. കുട്ടിക്കാണെങ്കിൽ ഇതേ ഇപ്പോൾ ഈ കറങ്ങുന്ന ചെയറൊക്കെ കണ്ടൊരു വീക്ക്നെസ് ആണ് കേട്ടോ. ആദ്യമൊക്കെ വിൻഷേട്ട് ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വരുന്ന കൊറിയറൊക്കെ ഡെയിലി വീട്ടിലേക്ക് എത്തിയായിരുന്നു. ഇപ്പൊ വിൻഷേട്ടൻ പാലക്കാട്ടേക്ക് മാറിയോണ്ട് ഗ്യാപ്പ് അനുസരിച്ചിട്ട് നമ്മളിങ്ങനെ കൊണ്ടുവരാണ് കേട്ടോ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഒരെണ്ണമായിട്ട് നമ്മൾ എടുക്കാൻ വരാറില്ല കേട്ടോ. അതുപോലെ 3 4 എണ്ണൊക്കെ ആയി കഴിഞ്ഞാലാണ് വന്നെടുക്കുക. പിന്നെ പട്ടാമ്പിയിൽ എത്തിയ സ്ഥിതിക്ക് നമ്മളൊന്നും കഴിക്കാണ്ട് പോകേണ്ടത് മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ TNT-യിലേക്കാട്ടോ പോയത്. അവിടെ നിന്ന് ഒരു ഷവായ കഴിക്കാന്ന് വിചാരിച്ചിട്ട്. എനിക്കാണെങ്കിൽ അത് ഇങ്ങനത്തെ മിററൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു ഇന്റീരിയർ സെറ്റിങ്ങും ലൈറ്റും ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ കൈ കഴുകിയിട്ട് ഇത് അവിടെ പോയിരുന്നു. തേജുവിന്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടിട്ട് മനസ്സിലായിണ്ടാവുമല്ലോ മന്തി വരണേന്റെയാണ്. എന്റെ മുഖത്തെ എക്സ്പ്രഷൻ അതൊക്കെ തന്നെയാണ്, കാരണം ഞങ്ങൾ രണ്ടാളും മന്തി ലവേഴ്സ് ആണ് കേട്ടോ. പിന്നെ ഇതേ ബോട്ടിലാക്കി വെച്ച് വെള്ളം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നാരങ്ങയും പിന്നെ വേറെന്തോരം ഇലയൊക്കെ ഇട്ടിട്ട്. അപ്പൊ അത് ഞങ്ങൾ കുടിച്ചു നോക്കിയിട്ടാ. പിന്നെ നമ്മുടെ ഫുഡ് വന്നു. വിൻഷേട്ടന് റൈസ് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ഞാനും തേജും കൂടിയിട്ടായിരുന്നു റൈസ് കഴിച്ചത്. വിൻഷേട്ടൻ കുബൂസ തോന്നുന്നു കേട്ടോ പറഞ്ഞത്. അങ്ങനെ നമ്മൾ അതൊക്കെ ഇരുന്നിട്ട് ഇതേ ഫുഡ് കഴിച്ചിട്ടുണ്ട്. എനിക്കാണെങ്കിൽ മന്തിയുടെ സ്മെല്ല് അടിച്ചു കഴിഞ്ഞാൽ തന്നെ എന്റെ കൺട്രോൾ കൂട്ടാ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ മന്തി വാങ്ങി കഴിക്കണേൽ തെറ്റൊന്നും ഇല്ലല്ലോ അല്ലെ. പിന്നെ അല്ലാതെ ഇതൊക്കെ കഴിക്കാൻ തന്നെയല്ലേ അവരുണ്ടാക്കി വെക്കണേ. പക്ഷെ ഇപ്രാവശ്യം ഫുഡ് കഴിക്കാൻ കൊണ്ടുപോയത് വിൻഷേട്ടന്റെ നിർബന്ധത്തിലാട്ടാ. വിൻഷേട്ടന് ഇതിന്റെ പടിക്ക് കൂടെ പോകുമ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചാലോ എന്നും പറഞ്ഞിട്ട് കയറ്റിയതാട്ടാ ഞങ്ങളെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു മൊജിറ്റോ പറഞ്ഞുട്ടാ. പാഷൻ ഫ്രൂട്ടിന്റെ ഫ്ലേവറാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്റെ ഒരു ഒറ്റ വലിയിൽ തന്നെ അത് പകുതിയോളം ആയിണ്ടായിരുന്നു. ലാസ്റ്റ് തേജ് തല്ലൂടിയിട്ട് അവൻ വാങ്ങി കുടിച്ചു. പിന്നെ അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഐസൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ പുറത്തേക്ക് എടുത്തിട്ട് ഇതേ കടിച്ചരച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. അവസാനം ഞാനിതേ പല്ല് കേടാവിടാന്നും പറഞ്ഞ് വാങ്ങി വെച്ചു. അങ്ങനെ ഇതേ ബില്ലും കൊടുത്ത് മിഠായി എടുത്തിട്ട് നമ്മൾ നേരെ പോയത് നമ്മുടെ പാറുവിന്റെ അടുത്തേക്കാട്ട. വിഷ്ണുവിന്റെ പിറന്നാളായിരുന്നു. അപ്പൊ ഞങ്ങൾ പട്ടാമ്പി ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഞങ്ങളോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു കേട്ടോ. അപ്പൊ ഞങ്ങൾ ചെന്നു. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തുട്ടാ. പിന്നെ അതേ പാറു നമുക്ക് മൂസമ്പി കൊണ്ട് ജ്യൂസൊക്കെ അടിച്ചുട്ടാ. ഇത് നമ്മൾ മുന്നറിഞ്ഞെങ്കിൽ അതേ പുറത്തൊന്നും ഫുഡ് കഴിച്ചിടുന്നില്ല. കാരണം ഫുഡ് കഴിച്ച് വന്നോണ്ട് തന്നെ നമ്മുടെ വയറൊരു വിധം ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതായിരിക്കും കഷ്ണം കേക്കും പിന്നെ ജ്യൂസ് കുടിച്ചുട്ടാ. അല്ലെങ്കിൽ അത് മോശമല്ലേ അവരുണ്ടാക്കി തന്നിട്ട് നമ്മൾ കുടിച്ചില്ലെങ്കിൽ. അങ്ങനെ അതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് കൂടി നമ്മൾ എൻ്റെ ഒരു ഗർഭിണിയും ഗർഭണനുമായ ഫീൽ ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. പിന്നെ അവരോടും ടാറ്റ പറഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്കായിട്ട് പോയത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തേക്കണേ. ബൈ.